മഹാത്മാഗാന്ധി വിഭാവന ചെയ്ത ഗ്രാമസ്വരാജ് പൂർണ്ണമായും നടപ്പിലാക്കി അധികാര വികേന്ദ്രീകരണം താഴെത്തട്ടിലേക്ക് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഗ്രാമസഭകളെ കൂടുതൽ സജീവമായി നിലനിർത്താൻ സർക്കാരുകൾ തയ്യാറാവുകയും യുവാക്കളുടെ പങ്കാളിത്തം ഇത്തരം സഭകളിൽ വർദ്ധിപ്പിക്കാനും അധികാരികളുടെ ഭാഗത്തു നിന്നും ആത്മാർത്ഥമായ ശ്രമം ഉണ്ടാകണമെന്നും ട്രയാങ്കിൾ ചെയർമാൻ എൻ.എ. മുഹമ്മദ് കുട്ടി ഗാന്ധി ജയന്തി ദിന സന്ദേശത്തിൽ കൊച്ചിയിൽ ആവശ്യപ്പെട്ടു. സാംസ്കാരിക സംഘടനയായ ട്രയാങ്കിൾ സംസ്ഥാനത്തെ തിരഞ്ഞെടുത്ത 5 കേന്ദ്രങ്ങളിൽ നടത്തിയ വേക്കപ്പ് കേരള ഉണരൂ യുവതേ പരിപാടിയുടെ ഭാഗമായി കൊച്ചിയിൽ സംഘടിപ്പിച്ച ഗാന്ധി സ്മൃതി സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു എൻ.എ. മുഹമ്മദ് കുട്ടി. മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജ് എന്ന ആശയം ഇവിടെ പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ലിലൂടെ മുൻപുള്ള കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയെങ്കിലും പിൽക്കാലത്ത് വന്ന പല സർക്കാരുകളും അതിൽ വെള്ളം ചേർത്തുകൊണ്ട് ആ ബില്ലിലെ വ്യവസ്ഥകളെ അട്ടിമറിച്ചുകൊണ്ട് അധികാരം കവർന്നെടുത്തുകൊണ്ട് പഞ്ചായത്തുകളെ നിഷ്ഫലമാക്കിയ ഒരവസ്ഥയിലാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജിൽ അഴിമതിക്കെതിരെ സ്വജനപക്ഷപാതത്തിനെതിരെയുള്ള നിലപാടുകൾ എടുത്തുകൊണ്ടാണ് ഇതെല്ലാം ആവിഷ്കരിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ന് നടക്കുന്ന എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പുറത്തു പറയാൻ പോലും പറ്റാത്ത തരത്തിലുള്ള അഴിമതികളാണ് ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഗാന്ധിയൻ ആദർശങ്ങളെ മറന്ന രാഷ്ട്രീയ നേതാക്കളോടുള്ള പ്രതിഷേധ സൂചകമായിട്ടാണ് കറുത്ത വസ്ത്രം അണിഞ്ഞ് പ്രവർത്തകർ ഗാന്ധി സ്മൃതി സംഗമത്തിൽ പങ്കെടുത്തത്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലും തൊടുപുഴ ഗാന്ധി സ്ക്വയറിലും എറണാകുളത്ത് ഗാന്ധി സ്ക്വയറിലും പട്ടാമ്പിയിൽ മേലെ പട്ടാമ്പിയിലും കോഴിക്കോട് ബീച്ചിലുമാണ് പരിപാടി സംഘടിപ്പിച്ചത്. കൊച്ചിയിൽ നടത്തിയ പരിപാടിയിൽ പങ്കെടുത്ത ഓരോ വോളണ്ടിയർമാരും ശിരസിൽ പൂർണ്ണമായും മഹാത്മജിയെ ഉൾക്കൊണ്ട് പ്രതീകാത്മകമായി ഗാന്ധി തൊപ്പി ധരിച്ചും ഭരണവർഗ ചൂഷണത്തിനെതിരെ പ്രതിഷേധാത്മകമായി കറുത്ത വസ്ത്രം ധരിച്ചുമാണ് മഹാത്മജിയെ അനുസ്മരിച്ചത്. എറണാകുളം രാജേന്ദ്ര മൈതാനിയിൽ നടത്തിയ ഉപവാസം ബെന്നി ബെഹനാൻ എം.പി. ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ മനസ്സിനെ ഉണർത്തേണ്ടത് ജനാധിപത്യത്തിന്റെ പാതയിൽ നിന്ന് കാലിടാതിരിക്കുന്നതിന് വേണ്ടിയാണ്. ഇന്ന് ഉണരാൻ ആഗ്രഹിക്കുന്ന കേരളീയ ജനതയ്ക്ക്, ഉണരാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യയിലെ ജനതയ്ക്ക്, ഉണർത്താൻ നമ്മൾ ആഗ്രഹിക്കുന്ന ഈ പൊതുസമൂഹത്തിന് ആ ധാർമ്മിക ചിന്തകൾ ഉയർത്തുന്നതിന് വേണ്ടി മഹാത്മാഗാന്ധിയുടെ ആശയത്തെ മുറുകെ പിടിച്ച് ഒരു ജനതയെ ഉണർത്താൻ കഴിയട്ടെ. അങ്ങനെ ഉണർത്തുന്നതിന് വേണ്ടി നിങ്ങൾ നടത്തുന്ന ഈ സഹന സമരത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. കെ.പി.സി.സി സെക്രട്ടറി അബ്ദുൽ മുത്തലിബ്, എൻ.സി.പി ജില്ലാ പ്രസിഡന്റ് കെ ജയപ്രകാശ്, ട്രയാങ്കിൾ സംസ്ഥാന സംഘാടക സമിതി കൺവീനർ കല്ലറ മോഹൻദാസ്, എൻ.എം.സി ജില്ലാ പ്രസിഡന്റ് ജീവ മേരി, പി.ജി. സുഗുണൻ, എസ്. ശിവപ്രസാദ്, വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പട്ടാമ്പിയിൽ നടന്ന പരിപാടി സ്വാതന്ത്ര്യ സമര സേനാനിയും മുൻ എം.പിയുമായ സി. ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ സ്ഥലങ്ങളും കാണാൻ ഭാഗ്യപ്പെട്ടിട്ടു. ആ പോർബന്തയിൽ ജനിച്ച് 1869 ഒക്ടോബർ മാസം 2-ാം തീയതി. ഇന്നത്തെ എത്ര കൊല്ലായി? 166 വർഷം ഗാന്ധി ജനിച്ചിട്ട്. ഗാന്ധിജി ആർക്ക് വേണ്ടി മരിച്ചു വീണു? ഗാന്ധിജി ആരാണ് വെടിവെച്ചത്? ഈ തലമുറയ്ക്ക് അറിഞ്ഞുകൂടാ. മുൻ എം.എൽ.എ. കെ.എൻ.എ. ഖാദർ മുഖ്യപ്രഭാഷണം നടത്തി. കറുത്ത വസ്ത്രം ധരിക്കുന്നു ആന്റണി പറഞ്ഞു. ഗാന്ധിജിയുടെ ദുഃഖം വ്യക്തമാക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു. ഇത് ശരിയാ തോന്നി. മഹാത്മാഗാന്ധിയെ അനുസ്മരിക്കുന്ന ഒരു ദിവസമാണ്. നമ്മൾ മാത്രമല്ല, ഇവിടെയും ലോകത്തിൽ പല രാഷ്ട്രങ്ങളിലുമൊക്കെ ഇന്ത്യയിലാകെ മഹാത്മാഗാന്ധി അനുസ്മരിക്കുന്ന ഒരു ദിവസമാണ്. CPI നേതാവ് അജിത് കോളാടി, ട്രയാങ്കിൾ സംസ്ഥാന കൺവീനർ P.J. ആന്റണി, മുൻ എം.എൽ.എ. C.P. മുഹമ്മദ്, N.C.P ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം K.A. ജബ്ബാർ, KSU പാലക്കാട് ജില്ലാ സെക്രട്ടറി A.K. സഹദ്, അബ്ദുറഹ്മാൻ വളാഞ്ചേരി, ആബിദ് തങ്ങൾ, ഷാജിർ ആലത്തിയൂർ, C.K. ഗഫൂർ, ഹാരിസ് ബാബു പൈലിപ്പുറം, കരീം വേങ്ങര, മുഹമ്മദ് കുട്ടി ചമ്രവട്ടം, മുഹമ്മദ് അലി A.R. നഗർ, C.K. അഷ്റഫ്, നൌഷാദ് കൊല്ലഞ്ചേരി, മൂസ ഹാജി ചെറുമുക്ക് എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് ബീച്ചിൽ നടന്ന പരിപാടി ട്രയാങ്കിൾ കോർഡിനേറ്റർ M.A. ഷാജി ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിയൻ തത്വങ്ങളെ വിസ്മരിച്ചവർക്കുള്ള പ്രതിഷേധമാണ് കറുത്ത വസ്ത്രമണിഞ്ഞുള്ള സംഗമമെന്ന് M.A. ഷാജി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ട്രയാങ്കിൾ സാംസ്കാരിക സംഘടനാ പ്രവർത്തകരും മറ്റ് സന്നദ്ധ സംഘടനകളുടെ ഭാരവാഹികളും അണിനിരന്ന് സൗത്ത് ബീച്ചിൽ നിന്നും ആരംഭിച്ച റാലി പഴയ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ സ്ഥാപിച്ച ഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണം നടത്തി സമാപിച്ചു.
NCP ജില്ലാ പ്രസിഡന്റ് EK സലീന അധ്യക്ഷയായി. സർവോദയ മണ്ഡലം പ്രസിഡന്റ് TKA ഹസീസ്, PK കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ അബ്ദുൾ റസാഖ്, V മനോഹരൻ, മെക്സവൺ കാലിക്കറ്റ് ബീച്ച് കോർഡിനേറ്റർ TPM ഹാഷിർ അലി, കേരള ജനസമ്പർക്ക വേദി ജനറൽ സെക്രട്ടറി P അനിൽ ബാബു, MK മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന പരിപാടി CMB സംസ്ഥാന ജനറൽ സെക്രട്ടറി CP ജോൺ ഉദ്ഘാടനം ചെയ്തു. NCP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് M സൈഫുദ്ദീൻ അധ്യക്ഷനായിരുന്നു. NCP തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് പ്രകാശ് JB, NCP പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ജയൻ അടൂർ, കരകുളം രാജ്കുമാർ, ഷാഹിദ കഴക്കൂട്ടം, അനിൽ ഗോപിനാഥ്, നേമൻ സന്തോഷ്, വേളി സുരേഷ്, വെങ്ങാനൂർ ലോയിഡ്, യദുകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ നടന്ന സ്മൃതി സംഗമം കൺസ്യൂമർ ഫെഡ് മുൻ ചെയർമാനും കോൺഗ്രസ് നേതാവുമായ അഡ്വക്കേറ്റ് ജോയി തോമസ് ഉദ്ഘാടനം ചെയ്തു. NCP ജില്ലാ പ്രസിഡന്റ് സിയാദ് പറമ്പിൽ അധ്യക്ഷനായിരുന്നു. NCP സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷാജി തെങ്ങുംപള്ളിയിൽ മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ KK ഷംസുദ്ദീൻ, KM പൈലി, ബേബി വരിക്കമാക്കൽ, ഷൈജു അട്ടക്കുളം, കുര്യാച്ചൻ, വനിതാ നേതാക്കളായ ഓമന, പ്രിയ, ശ്രീജ തുടങ്ങിയവർ സംസാരിച്ചു. ഗാന്ധിയൻ ആശയങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമായതിനാൽ സാമൂഹ്യ വിപത്തുകൾക്കെതിരെ കരുത്തോടെ പോരാടാൻ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ട്രയാങ്കിളിനൊപ്പം അണിനിരക്കണമെന്നും ട്രയാങ്കിൾ ചെയർമാൻ NA മുഹമ്മദ് കുട്ടി അഭ്യർത്ഥിച്ചു.